ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബദർ എന്ന് പറയുന്നത് അറബി ഭാഷയിൽ പൂർണ്ണചന്ദ്രൻ എന്നാണ് അർത്ഥം. ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന പൗർണമിക്കാണ് അറബി ഭാഷയിൽ ബദർ എന്ന് വിളിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ഒരു പൂർണ്ണചന്ദ്രനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന വിജയത്തിൻ്റെ വലിയ ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ ബദർ. തൗഹീദും ശിർക്കും തമ്മിൽ ഏറ്റുമുട്ടിയ ആദ്യത്തെ പോരാട്ടമാണ് ചരിത്രത്തിലെ ബദർ. നമുക്കറിയാം, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നിലനിൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ സഹായത്താൽ വിപ്ലവകരമായി വിജയിച്ച യുദ്ധമാണ് യഥാർത്ഥത്തിൽ ബദർ. ഹിജ്റ 2 റമദാൻ 16-നാണ് സഹാബികൾ മദീനയിൽ നിന്ന് ബദറിലേക്ക് ഒരു യാത്രാ സംഘത്തെ, ഒരു കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ച് പോകുന്നത്. അബൂ സുഫിയാൻ സിറിയയിലേക്ക് പോയ കച്ചവട സംഘത്തിന്റെ മുഴുവൻ ലാഭവും മദീനയിൽ മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന ഒരു തീരുമാനം. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ പോയവർ റമദാൻ 17-ന് മദീനയിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയുള്ള ബദറിൽ വെച്ച് ഒരു യാദൃശ്ചികമായി സഹാബികൾ കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ പോയവർ യുദ്ധത്തിലേക്ക് എത്തിപ്പെടുന്ന ചരിത്രം നമ്മൾ വായിക്കുകയാണ്. ഇവിടെ ഭൗതികമായ പടക്കോപ്പുകളോ ആയുധ ബലമോ അല്ല ഒരു വിജയത്തിനുള്ള കാരണം, മറിച്ച് അവരുടെ ആദർശവും അവരുടെ വിശ്വാസവുമാണ് വിജയത്തിന്റെ കാരണമെന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രതികൂലതകൾ മാത്രമാണ് ബദറിന് പറയാനുള്ളത്. അവിടെ സഹാബികൾ പൊട്ടിയ വയറുമായി, പൊട്ടിയ വാളുമായി, അതേപോലെ ആൾബലം ശത്രുക്കളെ അപേക്ഷിച്ച് നന്നേ കുറവുള്ള സഹാബികൾ. ആ ബദറിൽ ശക്തമായ ആയുധം തൗഹീദായിരുന്നു, ആദർശമായിരുന്നു. ചരിത്രത്തിലെ ചില സത്യങ്ങളെ സ്മരണകളാക്കാൻ ആളുകൾ ദിനങ്ങളും സ്മാരകങ്ങളും ഒക്കെ നിർമ്മിച്ചു വെക്കാറുണ്ട്. എന്നാൽ ബദറിനെ അനശ്വരമാക്കാൻ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, സൂറത്തു അൻഫാലിലെ, സൂറത്തു ആലു ഇംറാനിലെ ആയത്തുകൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബദറിന്റെ സന്ദേശം ജീവനായി ഇന്നും നിലനിൽക്കുന്ന അതിന്റെ സന്ദേശങ്ങൾ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഭൗതിക സാഹചര്യങ്ങളും അനുകൂലമായിരുന്നില്ല, ഒരു നിലക്കുള്ള സാഹചര്യങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. എന്നാൽ യുദ്ധം ചെയ്യണമെന്ന വഹിയിലൂടെ നിർദ്ദേശം വന്നപ്പോൾ അവിടെ അബൂജഹലും കൂട്ടരും ഇങ്ങോട്ട് വരുന്നതിന് പകരം അവരെ പ്രതിരോധിക്കുകയാണ്. ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് സഹാബികൾ അവർ യുദ്ധത്തിന് തയ്യാറായ 300-ൽ പരം വരുന്ന സഹാബികളെയാണ് നമ്മൾ ബദരീങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇസ്ലാമിൽ ബദരീങ്ങളുണ്ട്. ബദറിൽ പങ്കെടുത്തവരെയാണ് അഹ്ലു ബദരിയീൻ എന്ന് നമ്മൾ പറയുന്നത്. ആ ബദരീങ്ങളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് നിർബന്ധമായ കാര്യമാണ്. ഒരിക്കലും ബദരീങ്ങളെ അനാദരിക്കരുത്. അതേപോലെ തന്നെ അവരെ ബഹുമാനിക്കണം. എല്ലാം വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ബദരീങ്ങളെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, വഹിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ആരാണ് ബദരീങ്ങളുടെ നേതാവ്? മഹാനായ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നതിലൂടെ, ബദരീങ്ങളുടെ നേതാവിനെ, പ്രവാചകന്റെ അനുയായികളായ ബദരീങ്ങളുടെ ആദർശത്തെയും നിലപാടുകളെയും പിൻപറ്റുന്നതിലൂടെയാണ് ബദരീങ്ങളോടുള്ള സ്നേഹവും ആദരവും നമ്മൾ പ്രകടമാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. അപ്പോൾ ബദരീങ്ങളുടെ നേതാവിനെ ഇത്തിബാഅ് ചെയ്യുന്നതിലൂടെ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. അതേപോലെ ബദരീങ്ങളുടെ നേതാവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ബദരീങ്ങളോടല്ല പ്രാർത്ഥന, ബദരീങ്ങൾക്ക് വേണ്ടി, ബദരീങ്ങളുടെ നേതാവിന് വേണ്ടി ശാന്തിയും കാരുണ്യവും ഉണ്ടാകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇവിടെ ബദരീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ, അവർ പഠിപ്പിച്ച ആശയത്തെയും ആദർശത്തെയും ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടാണ്
നമ്മൾ ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത്. റമദാനിന്റെ ആ 16-ലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 16 ബദരീങ്ങൾ യാത്ര പുറപ്പെട്ടത്. നമുക്കറിയാം മദീനയിൽ നിന്ന് എത്ര വേഗതയിലാണ് നമ്മൾ മക്കയിലേക്ക് നമ്മൾ വാഹനത്തിലെത്തുന്നത്. എന്നാൽ 130 കിലോമീറ്ററുകൾ നടന്ന് നോമ്പ് നിർബന്ധമായ വർഷമാണ് ഹിജ്റ 2. ആ സഹാബികൾ എന്തിനായിരുന്നു ബദറിന്റെ യുദ്ധം, എന്തായിരുന്നു അതിന്റെ വിഷയം? ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഒരു സ്ഥലമാണ് ബദർ എന്നത്. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. തീർച്ചയായും നിങ്ങളെ നാം ബദറിൽ സഹായിച്ചിട്ടുണ്ട്. വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരുന്നു എന്ന് പറഞ്ഞാൽ ആൾബലമില്ലാത്ത, ആയുധബലമില്ലാത്ത യുദ്ധത്തിനിറങ്ങിയ ബദരീങ്ങൾ. വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരുന്നു. എന്നാൽ ദുർബലാവസ്ഥയിലും ശക്തമായ ഒരായുധം അവരുടെ പ്രാർത്ഥനയായിരുന്നു. ശക്തമായ പ്രാർത്ഥനയും ആദർശവുമായിരുന്നു അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത്. ബദറിന്റെ മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബദരീങ്ങളും നടത്തിയ പ്രാർത്ഥന നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ തന്റെ കൈകൾ മേലേക്കുയർത്തി കക്ഷം കാണുമാറ് പ്രവാചകൻ ഉയർത്തി, തന്റെ ഷോൾഡറിലുള്ള ഷാള് നിലത്തു വീഴുമാറ് പ്രവാചകൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. എന്താണ് പ്രവാചകന്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ ലൻ തുഅബദ് ഫിൽ അർദി അബദ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ലോകത്ത് ഭൂമിയിൽ ഉണ്ടാവുകയേയില്ല. ദീർഘനേരം പ്രവാചകൻ പ്രാർത്ഥിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തു വരുന്നു. ഫഇന്നല്ലാഹ മുൻജിസുൽ മാ വഅദക, അല്ലാഹു താങ്കൾക്ക് നൽകിയ വാഗ്ദാനം അത് പുലരില്ലേ എന്ന് ചോദിക്കുന്നു. എന്തിനാണ് ദീർഘമായി ഇത്ര എഫേർട്ട് എടുത്ത് പ്രാർത്ഥിക്കുന്നത്? ഇതേ സമയത്ത് ശത്രുക്കളുടെ ബദറിൽ സഹാബികളോട് ഏറ്റുമുട്ടിയ ശത്രു സംഘത്തിന്റെ ടെന്റുകളിൽ നിന്നും ഉയരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അബൂജഹൽ നടത്തിയ പ്രാർത്ഥന, മുശ്രിക്കിന്റെ നേതാവ് നടത്തിയ പ്രാർത്ഥന, കഅബത്തിന്റെ ഗില്ല പിടിച്ച് മുശ്രിക്കിന്റെ നേതാവ് നടത്തിയ പ്രാർത്ഥന എന്താണ്? അല്ലാഹു മൻസുർ അഅലൽ ജുൻദൈൻ, ഈ രണ്ടു സംഘങ്ങളിൽ ഉന്നതമായ സംഘത്തെ അല്ലാഹുവേ നീ സഹായിക്കണേ. വഅക്റമൽ ഫിയതൈൻ, ഈ രണ്ടു വിഭാഗത്തിൽ മാന്യമായ വിഭാഗത്തെ സഹായിക്കണേ. വഖൈറ ഖബീലതൈൻ, ഈ രണ്ട് ഗോത്രങ്ങളിൽ നല്ല ഗോത്രത്തെ നീ വിജയിപ്പിക്കണേ, സഹായിക്കണേ. അപ്പോൾ ഇവിടെ ഇബ്രാഹിം നബിയെ ഞങ്ങളെ യുദ്ധത്തിൽ സഹായിക്കണേ എന്നല്ല അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. ഇസ്മായിൽ നബിയെ ഞങ്ങൾ സഹായിക്കണേ. ലാത്ത, ഉസ്സ, മനാത്ത ഇവരെ ഒന്നുമല്ല അബൂജഹലും ബദറിൽ മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടിയ ശത്രുക്കളും അവര് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. രണ്ടു വിളിയും അല്ലാഹുമ്മ എന്ന വിളിയാണ്. ഇവിടെയാണ് നമ്മൾ ബദറിന്റെ മർമ്മം വായിക്കുന്നത്. എവിടെയാണ് ബദറിൽ ഏറ്റുമുട്ടിയ ശത്രുക്കളുടെയും ബദരീങ്ങളുടെയും ആദർശത്തെ വേർതിരിക്കുന്ന പോയിന്റ് എവിടെയാണ്? അബൂജഹൽ നേരിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, രണ്ടുപേരും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ, ഒരു വിഭാഗം മുശ്രിക്കീങ്ങൾ. സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞു ഫിയത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ യുദ്ധം ചെയ്തു. വൗഖറാ കാഫിറത്തുൻ, മറ്റൊരു വിഭാഗം അവർ സത്യനിഷേധികളാണ്. എങ്ങനെയാണ് സത്യനിഷേധികളെയും അള്ളാന്റെ മാർഗത്തിലെ പോരാട്ടവുമായി ഇതിനെ വേർതിരിക്കപ്പെടുന്നത്? എങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ ബദർ പഠിക്കുമ്പോൾ ഈ ഭാഗം നമ്മൾ പഠിക്കൽ അനിവാര്യമാണ്. ബദരീങ്ങളും ബദറിൽ പ്രവാചകനെയും സഹാബികളോടും ഏറ്റുമുട്ടിയ ശത്രുക്കളും യോജിക്കുന്ന ചില മേഖലകളുണ്ട്. അതെന്താ? അള്ളാഹു ഉണ്ട് എന്നതായിരുന്നു, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നതായിരുന്നു. അതേപോലെ അള്ളാഹുവിനോടും ദുആ ചെയ്യാം. ഇതിലെല്ലാം മക്ക മുശ്രിക്കുകൾ പ്രവാചകനോട് യോജിക്കുന്നു. അപ്പോൾ എന്തിനാണ് ബദർ ഉണ്ടായത്? ഇത് പറയുമ്പോൾ എന്താണ് ഇതിന്റെ തെളിവുകൾ? വിശുദ്ധ ഖുർആനിൽ എമ്പാടും ആയത്തുകളിൽ പഠിപ്പിക്കപ്പെട്ടു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് നീ അവരോട് ചോദിക്കുക. വസഖറ ശംസ വൽ ഖമർ, ആരാണ് സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തി തന്നത്? ലയഖൂലുന്നല്ലാഹ്, അവര് പറയും അല്ലാഹു തന്നെയാണ്. അപ്പൊ ബദർ ഉണ്ടായത് എന്തിനല്ല? അല്ലാഹ് ഉണ്ടോ ഇല്ലേ എന്ന് പറയാനല്ല. ഇബ്രാഹിം നബിയാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. ഇബ്രാഹിം നബിക്ക് സമദിയത്ത് കൽപ്പിക്കാൻ വേണ്ടിയല്ല ബദർ ഉണ്ടായത്. ലാത്തയാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ഇതിനല്ല ബദർ ഉണ്ടായത്. വിശുദ്ധ ഖുർആനിൽ എമ്പാടുമായിട്ട് സൂറത്ത് അൻകബൂത്ത് 63, അതേപോലെ സൂറത്ത് അൻകബൂത്ത് 61, സൂറത്ത് ലുഖ്മാൻ 25, സൂറത്ത് സുമർ 38, സൂറത്ത് സുഹൂഫ് 9, സൂറത്ത് സുഹൂഫ് 87, സൂറത്ത് യൂനുസ് 31, സൂറത്ത് മുഅ്മിനൂൻ 84 മുതൽ 89 വരെ. ഈ ആയത്തുകളെല്ലാം മക്ക മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാഹുവിനോടും അവർ ദുആ ചെയ്തിരുന്നു. അല്ലാഹു സൃഷ്ടാവാണെന്ന് അവർ അംഗീകരിച്ചിരുന്നു.
ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളാണ്. അവർ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരാരോടാണ് ദുആ ചെയ്തത്? മക്കയിൽ ബദരീങ്ങളോട് ഏറ്റുമുട്ടിയ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമാണ് നമ്മൾ പറയുന്നത്. ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് അവർ ദുആ ചെയ്തു. ഇഖ്ലാസോടെയാണ് അവർ ദുആ ചെയ്തത്. ഫലമ്മാ നജ്ജാഹു മിനൽ ബർരി, എന്നാൽ കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാൽ ഇദാ ഹും യുശ്രികൂൻ, അവർ മുശ്രിക്കുകളായി മാറും. അപ്പൊ എവിടെയാണ് ബദറിൽ ശത്രുക്കളെ വേർതിരിക്കുന്ന കാര്യം? അപ്പൊ അല്ലാഹ് ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലല്ല ബദർ നടന്നത്. മറിച്ച് എന്തിനാണ്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റൂ, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കാൻ പറ്റൂ, അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പറ്റൂ, അള്ളാഹിന്റെ പേരിൽ മാത്രമേ വരവേൽപ്പിക്കാൻ പറ്റൂ, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സുജൂദ്. ഇതാണ് മുസ്ലിമീങ്ങളുടെ വാദം. എന്നാൽ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞതോ അള്ളാഹുവിനുമാകാം നേർച്ച, അല്ലല്ലാത്തവരോടുമാകാം. കൃഷി ഉൽപ്പന്നങ്ങളിൽ അവർ അള്ളാഹു അല്ലാത്തവർ, ഇബ്രാഹിം നബിക്ക് ഒരു ഓഹരി മാറ്റി വെച്ചു, അള്ളാഹ് ഓഹരി അല്ലല്ലാത്തവർക്കും. ഇതുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കുന്ന അബൂജഹൽ അവർ ചെയ്യുന്നത് വൻ പാപമാണ്, അത് ശിർക്കാണ്. ഈ രണ്ട് ആശയങ്ങൾ തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടിയത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ബദർ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ് തൗഹീദിന്റെ പാഠമാണ്. ലോക ചരിത്രത്തിൽ സമര പോരാട്ടങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, കോടിക്കണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇതിനൊന്നും പറയാനില്ലാത്ത വലിയ ചരിത്രങ്ങൾ, വലിയ മെസ്സേജുകൾ ബദറിന് ലോകത്ത് നൽകാനുണ്ട്. ബദർ എത്രയാളാണ് കൊല്ലപ്പെട്ടത്? 14 പേർ ഷഹീദായി മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന്, 70 പേർ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടു, 70 പേർ ബന്ദികളായി പിടിക്കപ്പെട്ടു. ഇതാണ് ബദർ. ഇവിടെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും രക്ഷിക്കണേ, ഞങ്ങളെ കാക്കണേ, രോഗം മാറ്റിത്തരണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളോട് നിങ്ങൾ എന്തിനാണ് ഇവരുടെ പേരിൽ ബലിയർപ്പിക്കുന്നത്, നേർച്ചകൾ നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്ന ന്യായം എന്താണ്? അവര് പറയുന്ന ന്യായം ഇവരെ ഞങ്ങളെ അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും. ഇതാണ് അവര് ശിർക്കിന് പറഞ്ഞ ന്യായം. 2, ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരാണ്. 3, ഞങ്ങളുടെ കാക്കകാരന്മാർ ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെയാണ് ചെയ്യുക. ഇതാണ് അവർ പറഞ്ഞത്. ഈ ന്യായങ്ങൾക്കെതിരെയാണ് ബദറിൽ മുസ്ലിമീങ്ങൾ പോരാടിയത്, ബദരീങ്ങൾ ഏറ്റുമുട്ടിയത് ഈ ന്യായങ്ങൾക്കെതിരെയാണ്. ഈ ന്യായങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയും ശുപാർശകരാണ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, ഞങ്ങൾ കാലങ്ങളായി കണ്ടത് ഇങ്ങനെയാണ്. ഇത് ബദറിൽ ഏറ്റുമുട്ടിയ ശത്രുക്കൾ മുസ്ലിമീങ്ങളോട് പറഞ്ഞ ന്യായമാണ്. എന്നിട്ട് അവര് ചോദിച്ചെന്താ? അജാലൽ ആലിഹത്ത ഇലാഹം വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, എല്ലാ ദൈവങ്ങളെയും ഒരൊറ്റ ദൈവമാക്കുകയാണോ? അപ്പോൾ സഹോദരങ്ങളെ, ബദർ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? തൗഹീദിന്റെ പാഠമാണ്. ഇതിനു വേണ്ടിയായിരുന്നു അവർ കഷ്ടപ്പെട്ടത്. റമദാൻ 17 പകലിൽ നോമ്പെടുത്ത് ബദരീങ്ങൾ പോർക്കളത്തിൽ ഏറ്റുമുട്ടിയത്. എല്ലാ പ്രതിസന്ധികളെയും അവർ അതിജീവിച്ചു. ആദർശത്തിനാണ് അവർ പ്രാമുഖ്യം കൊടുത്തത്. അല്ലെ, അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് ബദറിൽ ഏറ്റുമുട്ടിയത് ആരെയാണ്? സ്വന്തം വാപ്പയെയാണ് കൈകാര്യം ചെയ്തത് എന്ന് സൂറത്ത് മുജാദലയുടെ അവസാന ഭാഗങ്ങൾ നമുക്ക് തഫ്സീറുകളിൽ കാണാം. കാരണം ആദർശത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയില്ല. മുന്നിൽ വാപ്പയാണെങ്കിലും കൂടപ്പിറപ്പുകളാണെങ്കിലും ഒരു ആദർശ പോരാട്ടത്തിൽ അവർ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ എങ്ങനെയാണ് ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത്? പലപ്പോഴും നമ്മുടെ നാടുകളിൽ ബദരീങ്ങൾ സ്നേഹത്തിന്റെ, മദ്ഹിന്റെ, അതേപോലെയുള്ള പേരുകൾ പറഞ്ഞ് പലപ്പോഴും ബദരീങ്ങളെ അനാദരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവരുടെ ആദർശത്തെ ചവിട്ടി മതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് ബദർ മൗലീദിൽ ചൊല്ലിയ വരികൾ എന്താണ്? പലപ്പോഴും ഇതിന്റെ അർത്ഥം സാധാരണക്കാർക്ക് അറിയില്ല. നാശം സംഭവിച്ചവനെ, നീ ദുഃഖങ്ങൾ കൊണ്ട്, മനോദുഃഖങ്ങൾ കൊണ്ട് നീ പ്രയാസപ്പെട്ടിരിക്കുകയാണോ? കുൽ നാദിയൻ മുസ്തൻജിദൻ, നീ മുന്നോട്ട് വന്ന് വിളിക്കൂ, വിളിച്ചു പ്രാർത്ഥിക്കൂ. യാ അഹ്ല ബദരി ശുഹദാ, ഓ ബദർ ശുഹദാക്കളെ എന്ന് നീ വിളിക്കുക. ഇതെവിടെയാണ് ഈ വാചകം? ബദർ മൗലീദിൽ എഴുതി വെച്ച വാചകമാണ്. ബദരീങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചെന്തിനാണ്? അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റൂ. അതിനുവേണ്ടി
തന്റെ ജീവിതം കൊടുത്ത 14 രക്തസാക്ഷികൾ, ഷഹീദുകളുടെ ചരിത്രം ഇന്നും ബദറിൽ പോയാൽ നമുക്ക് കാണാം. 14 പേരുകൾ അവിടെയുണ്ട്. അതിൽ ചെറുപ്പക്കാരായ 2 പേരുണ്ടായിരുന്നു. അബൂജഹലിനെ കൈകാര്യം ചെയ്ത 2 പേർ. അവർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയാണ്, യുദ്ധത്തിന്റെ ഇടയിൽ 2 കുട്ടികൾ എന്നെ വന്ന് തോണ്ടി. അവർ ചോദിച്ചത് അയിന അബീജഹൽ, എവിടെയാണ് അബൂജഹൽ എന്നാണ്. 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞ പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ബോധ്യമാണ് ഏത് പ്രതിസന്ധികളെയും ഇരച്ചു കയറാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ അബൂജഹലിനെ ആ കുട്ടികളാണ് കൊന്നുകളഞ്ഞത്. എന്തിനാണ് അവർക്ക് അബൂജഹലിനെ? യസുബ്ബുർ റസൂൽ, എന്റെ പ്രവാചകനെ, ഞാനേറെ സ്നേഹിക്കുന്ന പ്രവാചകനെ ചീത്ത വിളിച്ച് അവഹേളിച്ച വ്യക്തിയാണ് അബൂജഹൽ. ആ പ്രതികൂലതകളിലേക്ക് ഇടിച്ചു കയറാൻ പ്രായം ഒരു പ്രശ്നമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ 16കാരൻ നൽകുന്ന സന്ദേശം തൗഹീദിന്റെ സന്ദേശമാണ്. എത്രയെത്ര വരികളിലാണ് ഇത് എഴുതി വെച്ചത്. പിന്നെ ഇതേപോലെ തന്നെ ബദർ മൗലിദിൽ എഴുതി വെച്ചത്, അൻതും ലനാ ഹിസ്നുൻ ഹസീൻ മിൻ ശർരി ശൈത്വാനിൽ ലഈൻ വകുല്ലി ബൽവാ വസ്സനീൻ യാ അഹ്ല ബദർ ശുഹദാ, ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് മറ്റെല്ലാ ക്ഷാമത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന കോട്ടയാണല്ലോ നിങ്ങൾ. ആരാണ്? ബദരീങ്ങൾ കോട്ടയാണല്ലോ എന്നാണ് ഈ ഇതിൽ ചോദിക്കുന്നത്. ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് തേടുന്ന മാലയിലെ വരികൾ, ദണ്ണം ബാബ വസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണയാ റബ്ബന. ബദരീങ്ങളുടെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് ശിഫക്ക് വേണ്ടി തേടുക. എന്തിന്? മാറാ രോഗങ്ങൾ മാറാൻ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്ന വരികളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ബദരീങ്ങളായ ആളുകൾ 14 പേർ യുദ്ധത്തിൽ ഷഹീദായി. ബാക്കിയുള്ളവർ എങ്ങനെ കൊല്ലപ്പെട്ടു? എങ്ങനെ ഷഹീദുകളായി? എങ്ങനെ മരണപ്പെട്ടു? വഫാത്തായി. 150 പേർ എങ്ങനെ ബദറിൽ അവർ ബദരീങ്ങൾ പിന്നെയുള്ള ജീവിതത്തിൽ അവരെങ്ങനെ മരണപ്പെട്ടു? ചരിത്രം പറയുന്നുണ്ട്. പ്ലേഗും വസൂരി അടക്കമുള്ള രോഗങ്ങൾ, പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ടവരുണ്ടായിരുന്നു. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്, അദ്ദേഹം പ്ലേഗ് ബാധിച്ചാണ് മരിച്ചത്. ഇവിടെ പ്ലേഗ് ബാധിച്ച് അല്ലെങ്കിൽ മാറാരോഗം മാറാൻ ബദരീങ്ങളോട് തേടുന്നു. എന്നാൽ ബദരീങ്ങൾ എങ്ങനെ വഫാത്തായി? അവരെങ്ങനെ? മുആദ് ബിൻ ജബൽ, ബിലാൽ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും മകനും പ്ലേഗ് ബാധിച്ചാണ് മരിച്ചത്. അതേപോലെ 151 ബദരീങ്ങൾ, 54 പേർ ഉഹുദിൽ അവർ ഷഹീദാവുകയാണ് ചെയ്യുന്നത്. 10 പേരെ റബീൽ വെച്ച് അവിശ്വാസികൾ കൊന്നു. 14 പേർ ബിർ മൗന സംഭവത്തിൽ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ ഒരു ദൂതസ്ത്രീ കൊന്ന വ്യക്തി, 7 പേർ ഖന്തക് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 5 പേർ ഖൈബറിൽ കൊല്ലപ്പെട്ടു. 7 പേർ മുഅ്ത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 2 പേരെ തുലൈഹ എന്ന കള്ളപ്രവാചകൻ കൊന്നുകളഞ്ഞു. 22 പേർ യമാമയിൽ കൊല്ലപ്പെട്ടു. മുഹാരിസ് എന്ന വ്യക്തി പിന്നെ അവിടെ ദുർക്കിർദിൽ വെച്ചും ബഷീർ ബിൻ സയദ് എന്നവർ ഖാദിസിയയിൽ വെച്ചും കൊല്ലപ്പെട്ടു. ഇങ്ങനെ നിരവധി ആളുകൾ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ചികിത്സയിൽ സംഭവിച്ച അബദ്ധത്തിൽ വഫാത്തായി. ഞാനിതിങ്ങനെ എണ്ണി പറയാൻ കാരണം എന്താണ്? 2 പേർ ജമൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അഥവാ 151 ബദരീങ്ങൾക്ക് സംഭവിച്ച അപകടങ്ങളാണിത്. എന്നാലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയാൻ, ബുദ്ധിമുട്ടുകൾ തീർത്തു തരാൻ ഇന്നും ബദരീങ്ങൾക്ക് കഴിയുമെന്ന അബദ്ധ ജഡിലമായ ധാരണകൾ നമ്മുടെ സമൂഹത്തിലെ പലരുമെന്തിയാണ് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബദറിൽ പരാജയപ്പെടുക എന്ന ഏറ്റവും വലിയ മുസീബത്ത് അതാണല്ലോ. ബദറിൽ റമദാൻ 16 ബദർ ടെന്റിൽ അവർ കൂടിയിരിക്കുമ്പോൾ അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ ഒരാശങ്ക എന്നാണ്, ബദറിൽ പരാജയപ്പെടുക എന്ന മുസീബത്തിൽ നിന്ന് എങ്ങനെ കരകയറും? എങ്ങനെയായിരുന്നു ബദരീങ്ങൾ ആ മുസീബത്തിനെ കൈകാര്യം ചെയ്തത്? ആ മുറാദ് ഹാസിലാക്കാൻ ബദരീങ്ങൾ എന്താണ് ചെയ്തത്? ഈ ആയത്ത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആയത്താണ്. സൂറത്തുൽ അൻഫാലിലെ 9ാമത്തെ ആയത്ത്. എന്താണ് ബദരീങ്ങൾ പരാജയപ്പെടുക എന്ന മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ചെയ്തത്? ഖുർആൻ പറഞ്ഞു, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെയായി 1000കണക്കിന് മലക്കുകളെ ബദറിൽ ഇറക്കിക്കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിച്ചു. അപ്പൊ 3 ഇരട്ടിയോളം വരുന്ന സൈന്യം, ഇഷ്ടം പോലെ ഒട്ടകങ്ങൾ, അവർ ആയുധങ്ങളും നൃത്തമാടി ഭക്ഷണം ഉണ്ടാക്കി, അവർ സംഗീതത്തിൽ മുങ്ങിക്കുളിച്ചാണ് അവർ വരുന്നത്. അങ്ങനെ ഒരാളെ നേരിടാൻ 3 ശത്രുക്കളുള്ള ആ 3 ഇരട്ടി വലിപ്പമുള്ള ആ ശത്രു സംഘത്തെ പരാജയപ്പെടുത്തിയത് എങ്ങനെയാണ്? പ്രാർത്ഥന കൊണ്ടായിരുന്നു. അള്ളാഹു ആകാശലോകത്ത് നിന്ന് തുടരെയായി മലക്കുകളെ ഇറക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചത് എന്നാണ്. എന്നാലും നമ്മുടെ പള്ളിയിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല എന്ന് പറഞ്ഞ അതേ മൈക്കിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു, മുറാദി യാ മുറാദി യാ മുറാദി, ഞങ്ങളുടെ മുറാദുകൾ, യാ അഹ്ല ബദർ ശുഹദാ,
ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് മുറാദുകൾ ഹാസിലാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ബദരീങ്ങളോട് ചെയ്യുന്ന അവരുടെ ആദർശത്തെ ചവിട്ടിമതിക്കലാണ്, അവരുടെ ആദർശത്തെ അപമാനിക്കലാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയെ അപമാനിച്ചതുപോലെ ബദറിൽ പങ്കെടുത്ത 300 ചില്ലാനം വരുന്ന സ്വഹാബാക്കളെ ഇവിടെ അനാദരിക്കുകയാണ്. അതേപോലെ അവരുടെ ആദർശത്തെ ചവിട്ടിത്തേക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എവിടെ നിന്നാണ്? പള്ളിയിൽ നിന്നാണ്. 16 നോമ്പെടുത്ത മുസ്ലിമീങ്ങൾ അവരാണ് പള്ളിയിൽ നിന്ന് ബദരീങ്ങളോട് തേടുന്നത്. വഅന്നൽ മസാജിദലില്ല, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദഉ മഅല്ലാഹി അഹദ, നിങ്ങൾ അല്ലാഹുവോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അതുകൊണ്ട് തന്നെ പലർക്കും ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ മൊയ്തീൻ ശൈഖ് തങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്ന പലർക്കും അതിന്റെ ഗൗരവം അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഗുണകാംക്ഷയോടെ നമുക്ക് തിരുത്തി കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണമെന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ എത്രയെത്ര കാര്യങ്ങൾക്കാണ് പ്രയാസങ്ങൾ നീക്കിത്തരാൻ പറയുന്നത്. ദാരിദ്ര്യം ഉണ്ടായാൽ, അതേപോലെ കടങ്ങളിൽ അകപ്പെട്ടാൽ, ആ ബദരീങ്ങളുടെ അസ്മാഉരത്താൽ കടം വീടുമെന്നോർ എന്ന് എഴുതി വെച്ച വാചകങ്ങൾ, അതേപോലെ തന്നെ രോഗം മാറ്റിത്തരാൻ, അതേപോലെ തന്നെയുള്ള പട്ടിണി മാറാൻ. എന്നാൽ പ്രവാചകന്റെ സഹാബികളിൽ പലരും ദരിദ്രരായി ജീവിച്ചവരാണ്. അവരുടെ വീട്ടിൽ 2 മാസം തീ പുകഞ്ഞില്ല എന്ന് ചരിത്രം നമ്മുടെ ഹദീസുകളിൽ വായിക്കുകയാണ്. ദാഹവും വിശപ്പവും സഹിച്ച് ബദരീങ്ങൾ മുന്നോട്ട് പോയി. ഇതിനെല്ലാം തേടുന്നത് ആരോടാണ്? ഈ ബദരീങ്ങളോടാണ് പലപ്പോഴും തേടുന്നത്. എന്നാൽ ബദരീങ്ങളുടെ നേതാവിനോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, മറ്റൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ഒന്ന്, തൗഹീദിന്റെ പാഠമാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്. മറ്റൊന്ന് എന്താണ്? ബദർ നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? ബദർ ശത്രുക്കൾക്ക് നൽകിയ ഒരു അമിതമായ ആത്മവിശ്വാസം നമുക്ക് ശൈത്താൻ ഇട്ടു തരും. എന്താണ് ബദറിലെ ശത്രുക്കൾക്ക് ശൈത്താൻ ഇട്ടുകൊടുത്ത കാര്യം എന്താണ്? നിങ്ങളെ അതിജയിക്കാൻ വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനൻ നാസ് വ ഇന്നി ജാറുൽ ലക്കും, നിങ്ങളെ അതിജയിക്കാൻ ഇന്നൊരാളുമില്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ആരാണ് പറഞ്ഞെടുത്തത്? ശൈത്താൻ നൃത്തമാടി, എല്ലാ ആനന്ദ നൃത്തമാടി ഓവർ കോൺഫിഡൻസിലാണ് ബദറിൽ ശത്രുക്കൾ വന്നത്. ഇത് ആരിട്ട് കൊടുത്താണ്? ശൈത്താൻ ഇട്ട് കൊടുത്താണ്. അപ്പോൾ ജമാഅത്തിന് വരാത്തവനും ഹറാമുകൾ ജീവിതത്തിൽ ഇല്ലാത്തവനും അവന്റെ മനസ്സിൽ ശൈത്താൻ ഇട്ടുകൊടുത്ത അമിതമായ ആത്മവിശ്വാസം, എനിക്ക് സ്വർഗം കിട്ടുന്നുള്ള അമിത പ്രതീക്ഷ എവിടെ ഉണ്ടാക്കി കൊടുത്തതാണ്? ശൈത്താൻ ഉണ്ടാക്കി തരുന്നതാണ് അമിതമായ ആത്മവിശ്വാസം. അതേപോലെ തന്നെ ഒരു പ്രലോഭനത്തിനും വഴങ്ങില്ല എന്ന വലിയ മെസ്സേജ് ബദർ നമുക്ക് നൽകുന്നു. കൂടപ്പിറപ്പുകൾ മരിച്ചു വീണപ്പോഴും ബദറിൽ സഹാബികൾ പിന്മാറിയില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. മനസ്സിന്റെ ബോധ്യതയായിരുന്നു സഹാബികളുടെ കാര്യം. ഉമ്മു ഹാരിത്ത എന്ന് പറയുന്ന സ്ത്രീയുടെ ചരിത്രം ബദർ ഭൂമിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ മകൻ ഹാരിത്ത ആ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അഖ്ബിർനി അൻ ഹാരിത, ഹാരിതയെ പറ്റി, എന്റെ പൊന്നോൻ ഹാരിതയെ പറ്റി റസൂലെ എനിക്ക് അറിയിച്ചു തന്നാലും. ഫൈൻ കാന ഫിൽ ജന്ന, എന്നിട്ട് ആ സ്ത്രീ പറയുന്ന വാചകം എന്താണ്? അവൻ സ്വർഗത്തിലാണെങ്കിൽ സ്വബർതു, ഞാൻ ക്ഷമിച്ചു. ഒരു ഉമ്മയുടെ വികാരം നമ്മൾ ആലോചിച്ച് നോക്കിയേ. തന്റെ മകൻ സ്വർഗത്തിലാണ്, അവൻ ഇതിൽ മരണപ്പെട്ടാലും സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ ഈമാൻ ബദറിന്റെ ഭൂമിയിൽ നമ്മൾ കാണുകയാണ്. റസൂൽ പ്രതികരിച്ചു വഹീന്റെ അടിസ്ഥാനത്തിൽ, ഇന്നബനകി അസ്വാബൽ ഫിർദൗസിൽ അഅല, നിന്റെ മകൻ ജന്നാത്തുൽ ഫിർദൗസിലാണ് എന്ന് റസൂൽ പറഞ്ഞു കൊടുത്തു എന്നാണ്. അതേപോലെ തന്നെ ബദറിന്റെ ഭൂമിയിൽ ബദർ നടക്കുന്നതിന് മുമ്പ് മരിച്ചു വീഴുന്ന ഇടങ്ങൾ പോലും പ്രവാചകൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഹാദാ മസ്നഉ ഫുലാൻ, ഇൻഷാ അല്ലാഹ് ഇന്നാൾ ഇവിടെയാണ് മരിച്ചു വീഴുക എന്ന് പറഞ്ഞാൽ ആ ബോധ്യത സ്വഹാബികൾക്ക് എത്രയായിരിക്കും? സ്വർഗവും നരകവും നമ്മളെ ബോധ്യപ്പെട്ടാൽ, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യപ്പെട്ടാൽ, നമ്മളെ നിയന്ത്രിച്ച് ആത്മവിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സ്വർഗം തരുമോ എങ്കിൽ അവർ ചില പോരാട്ടങ്ങൾക്ക് വേണ്ടി അവർ ഇറങ്ങി എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാം പ്രമാണത്തിന്റെ ശക്തിയിലാണ് നമ്മൾ നിർവഹിച്ചു പോകുന്നത്. ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് പ്രമാണത്തിന്റെ പിൻബലം അല്ലെ, എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. റസൂലുള്ള ബദറിൽ തമ്പടിക്കാനുള്ള സ്ഥലം തെരഞ്ഞെടുത്തപ്പോ ഒരു സ്ഥലം പ്രവാചകൻ തെരഞ്ഞെടുത്തു. അത് ഭൗതികമായ ഒരു നോട്ടത്തിലൂടെ പ്രവാചകൻ തെരഞ്ഞെടുത്ത്, ഭൗതികമായ ഒരു കാൽക്കുലേഷനിലൂടെ പ്രവാചകൻ ഒരു സ്ഥലം തെരഞ്ഞെടുത്തു. ഒരു സഹാബി ഒന്ന് ചോദിക്കാണ്, പ്രവാചകരെ ഇത് വഹിയാണോ, അള്ളാഹു പറഞ്ഞതാണോ ഈ സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തതാണോ? എന്താണ് ആ ചോദ്യത്തിന്റെ മർമ്മം? ഇത് വഹിയാണെങ്കിൽ അവിടെ അഭിപ്രായമില്ല, എന്നാൽ ഭൗതികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സ്ഥലത്തിനേക്കാളും നല്ല സ്ഥലം വേറുണ്ട്. അത് അപ്പോഴാ പറയുന്നത്
വഹിയല്ല എന്ന് പറയുമ്പോഴാണ്. അപ്പൊ വഹിയിന് മുമ്പിൽ നമുക്കെന്തില്ല, ചോദ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടുകാരെ കണ്ട്, സുഹൃത്തുക്കളെ കണ്ട് നമ്മുടെ ദീനും കാര്യങ്ങളും നമുക്ക് ഒപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രമാണങ്ങളോടാണ് കൂറുള്ളത്. അതേപോലെ തന്നെ പ്രാർത്ഥനയാണ് നമുക്ക് ബദർ നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്നുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ബദറിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ പാഠം നമുക്കറിയാം. ബദർ നമ്മൾ പറഞ്ഞു തൗഹീദിന്റെ വിഷയത്തിനാണ് ബദർ എന്നുള്ളത്. റമദാൻ 17 അന്ന്, ബദറിന്റെ അന്നു രാത്രി സഹാബികളുടെ അവസ്ഥ എന്താ? പള്ളിയിലേക്ക് വരുന്ന സഹാബികൾ കൈമുറിഞ്ഞവരുണ്ട്, കാല് മുറിഞ്ഞവരുണ്ട്, മൂക്ക് പൊട്ടിയവർ, നെറ്റി പൊട്ടിയവർ, അല്ലെ, പല രൂപത്തിലുള്ളവർ തുണിക്കഷ്ണങ്ങൾ വെച്ച് കെട്ടുമ്പോ നമ്മുടെ നാട്ടിൽ റമദാൻ 17 അന്ന് നടക്കുന്ന ഏർപ്പാട് എന്താണ്? ബദരീങ്ങളുടെ പേരിൽ ആണ്ട്, ബദരീങ്ങളുടെ പേരിൽ ഭക്ഷണം, അതേപോലെ തന്നെയുള്ള നേർച്ച വഴിപാടുകൾ, ബദരീങ്ങളെ നേരിട്ട് വിളിക്കുന്ന തേട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും മുസ്ലിമീങ്ങളുടെ, വിശ്വാസികളുടെ മനസ്സിലുണ്ടാവേണ്ടത് ഒരു പ്രതികാരമോ ഒരു മാത്സര്യമോ അല്ല, മറിച്ച് അവിടെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അവിടെ അവർക്ക് ഈ കാര്യങ്ങൾ, സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ബാധ്യത നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്നകന്ന് അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധനകൾ അള്ളാഹുവല്ലാത്തവർക്ക് സമർപ്പിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ അരയിലും കഴുത്തിലും ഏലസുകൾ ബന്ധിച്ചവർ, അതേപോലെ അള്ളാഹുവല്ലാത്തവരോട് തേടുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുകയാണ്. നമുക്കെന്താണ് ബദർ നൽകുന്ന സന്ദേശം? ബദരീങ്ങളുടെ സന്ദേശത്തെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട മാംസം, അല്ലെങ്കിൽ വിളമ്പപ്പെടുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ സംഭാവനകൾ, ഇത് യഥാർത്ഥ ഒരു ആശയത്തെ മുറുകെ പിടിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾക്ക് സഹകരിക്കാനോ സംഭാവനകൾ കൊടുക്കാനോ നമുക്ക് പാടില്ല. അത്തരം ഭക്ഷണങ്ങൾ കഴിക്കാനോ നമുക്ക് പാടില്ല. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ പേരിൽ അറുക്കപ്പെട്ടത് ബദരീങ്ങൾ തിന്നിട്ടില്ല. അപ്പൊ ഇന്ന് ബദറിന്റെ ടെന്റ് ഉയർന്നാൽ പലപ്പോഴും ഇന്ന് നമ്മുടെ നാട്ടിലെ പലരുടെയും കയ്യിലുള്ള ആശയം അബൂജഹലിന്റെ ടെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ ടെന്റുകളിലിരിക്കുന്ന ആശയാദർശങ്ങളാണ് പലപ്പോഴും വെച്ചു പുലർത്തുന്നത് എന്നത് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്കറിയാം, റമദാൻ അതിന്റെ പകുതി നമ്മളിൽ നിന്ന് പിന്നിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളിൽ ഉണ്ടാകേണ്ടത് ചില പുനർവിചിന്തനങ്ങളാണ്, ഒരു അവലോകനമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഈ പകുതി നമ്മളിൽ നിന്ന് കഴിയുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു പുണ്യമേറിയ മാസത്തിന്റെ പകുതി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. 16ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. അതിന്റെ 16ാമത്തെ രാവും കടന്ന് 16ാമത്തെ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ 15 പകലുകൾ, ഈ 16 രാവുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ജമാഅത്ത് പോലും നമുക്ക് നഷ്ടമാക്കിയിട്ടില്ല. ഒരു കാരണവുമില്ലാതെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ജമാഅത്തിൽ കൃത്യമായി പള്ളികളിൽ പങ്കെടുത്തിരുന്നു. നമ്മൾ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? റവാത്തിബ് സുന്നത്തുകൾ, തഹിയ്യത്തുകൾ, അദ്കാറുകൾ, അതൊക്കെ കൃത്യമായി കണിശമായി ഞാനും നിങ്ങൾ നിർവഹിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കൃത്യമായി സദഖകൾ, സക്കാത്തുകൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് നമുക്ക് എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? പലപ്പോഴും സക്കാത്തിന്റെ കാര്യത്തിൽ ആളുകൾ വലിയ അലംഭാവം കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിർബന്ധ ഇസ്ലാം കാര്യങ്ങളിൽ ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 കാര്യങ്ങളുടെ മേലാണ് ഇസ്ലാം സ്ഥാപിതമായത്. അതുകൊണ്ട് അതിന്റെ നിസാബെത്തിയവർ, അതിന്റെ ഹൗല് പൂർത്തിയായവർ, ഒരു വർഷം പൂർത്തിയായവർ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്ത് അത് കൃത്യമായി കൊടുക്കണം. അല്ലെങ്കിൽ അവൻ ഖബറിൽ വലിയ ശിക്ഷകൾ, അവൻ ശേഖരിച്ചു വെച്ച സ്വർണ്ണാഭരണങ്ങൾ അവന്റെ തൊലികളിലേക്ക് ഒട്ടിക്കും, അതെല്ലാം അവനെ സർപ്പമായി അവനെ കുത്തും എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സക്കാത്ത് സംവിധാനങ്ങൾ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എത്ര കണ്ട് മുന്നേറാൻ നമുക്ക് സാധിച്ചു.
അതിൽ കുറവുകൾ വന്നിട്ടുണ്ടോ? ജമാഅത്തുകൾ നമുക്ക് റക്കായത്തുകൾ നഷ്ടപ്പെട്ടിട്ടാണോ നമ്മുടെ സ്ഥിരമായ ജമാഅത്തുകളുടെ രീതി, അല്ലെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിൽ എത്തുന്നത്? എന്താണ് നമ്മുടെ അതിലൊക്കെ മാറ്റം വരേണ്ടതുണ്ട്. ഇനിയുള്ള 15 ഇതിനേക്കാൾ സജീവമായി മുന്നോട്ട് പോകേണ്ട ദിനരാത്രങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയുള്ള പകലുകളും രാവുകളും ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് അവസാന 10ലേക്ക് എത്തുമ്പോൾ, ഇനിയൊരു 3-4-5 ദിവസം കഴിഞ്ഞാൽ നമ്മൾ അവസാന 10ലേക്ക് എത്തും. പക്ഷെ പലപ്പോഴും മുസ്ലിം ഉമ്മത്തിൽ സംഭവിക്കാറുള്ളത് എന്താണ്? നമ്മൾ തിരക്കുകളിലേക്ക് ആളുകൾ പോകും, അവസാനത്തിലെത്തും. ഡ്രസ്സ് എടുക്കാൻ, മറ്റു പലതും, പർച്ചേസിന് വേണ്ടി, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഊരുതണ്ടുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങളുടെ ജീവിതശൈലി മാറുകയാണ്. ഏറ്റവും പവിത്രമായി കൂടുതൽ പള്ളിയിലേക്ക് കയറിയിരിക്കേണ്ട ഖുർആനിന്റെ പേജുകളുടെ എണ്ണം വർദ്ധിക്കണം. നമ്മൾ എത്രയാണ് നോക്കിയത്? ഖുർആന്റെ പകുതി തീരേണ്ട സമയത്ത് 16ാമത്തെ നോമ്പാണ്. ഖുർആന്റെ നേർ പകുതി ഒരു ഖത്തം തീരുകയാണെങ്കിൽ, എന്നാൽ നമ്മൾ എത്ര ആളുകൾ എത്ര ഓതി? ഇതിനേക്കാൾ ഡബിള് നമുക്ക് സഹോദരങ്ങളെ, അതിന്റെ ആവേശം നഷ്ടപ്പെടുകയല്ല, ആവേശം വർദ്ധിക്കുകയാണ് വിശ്വാസികൾക്ക് ചെയ്യേണ്ടത്. ഓരോന്ന് കഴിയുമ്പോൾ അതിന്റെ ഫളില് കൂടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന 10 എങ്ങനെയായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എങ്ങനെയായിരുന്നു? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ. പ്രവാചകൻ അവസാന 10 ദിനങ്ങളിൽ പരിശ്രമിക്കുമായിരുന്നു. മുമ്പൊന്നും ചെയ്തിട്ടില്ലാത്ത വലിയ ഒരു പരിശ്രമം പ്രവാചകൻ നടത്തും. അവസാനത്തെ 10 വലിയ ഒരു പരിശ്രമം നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇദാ ദഖലൽ അശ്ർ, അവസാന 10ലേക്ക് പ്രവേശിച്ചാൽ ശദ്ദ മിസ്റ, ഒരു പ്രയോഗമാണ്. പ്രവാചകൻ അരമുറുക്കി ഇറങ്ങും. വഹിയാ ലൈല, പ്രവാചകൻ രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു. രാത്രി കടന്നുറങ്ങില്ല, രാത്രി ജീവിപ്പിക്കുമായിരുന്നു. അവിടുന്ന് കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു. എന്താണ് കാരണം? ലൈലത്തുൽ ഖദർ എന്ന ഒരു രാവിനെ പ്രതീക്ഷിക്കുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തെക്കാൾ ഉത്കൃഷ്ടമായ ഒരു രാവ് എന്ന് പറഞ്ഞാൽ 83 വർഷം നമ്മൾ നിരന്തരം ഇബാദത്ത് ചെയ്താൽ നമുക്കൊരു നന്മക്ക് എത്ര പുണ്യം കിട്ടും? ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്ത നന്മ ഒരു രാത്രി കൊണ്ട് തരാമെന്ന് അള്ളാഹു ഏറ്റിരിക്കുകയാണ്. പക്ഷെ ആ രാത്രിയിൽ നമ്മൾ സാധാരണഗതിയിലെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയാലും, സാധാരണ 10 മണിക്ക് കിടക്കണം, നമ്മൾ 4:30 അല്ലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു. ഇങ്ങനെയാണോ വേണ്ടത്? അല്ല. നമ്മുടെ ജീവിത രീതിയിൽ ഒരു 4-5 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് 16ആണ്. ആ അവസാന 10ലേക്കുള്ള ഒരുക്കം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രമീകരിക്കണം. തിരക്കുകളുള്ള ആളുകൾ അതിന് രാത്രി ഒന്നിരിക്കാൻ ഇവിടെ പള്ളിയിൽ ഖിയാമുൽ ലൈലിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. 3 മണി മുതൽ ഇവിടെ ഖിയാമുൽ ലൈൽ നമസ്കാരങ്ങൾ നടക്കുകയാണ്. അതേപോലെ നമുക്ക് രാത്രി പൂർണ്ണമായും ഇവിടെ സജീവമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അതിനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ പള്ളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്തു തരുന്നുണ്ട്. നമ്മളൊരു മഗ്‌രിബോടുകൂടെ നമ്മൾ പള്ളിയിലേക്ക് ഇരുന്ന് ഒരു സുബഹി കഴിഞ്ഞ് നമ്മൾ പോകുന്ന രീതിയിൽ ആ ലൈലത്തുൽ ഖദറിനെ ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്താൽ കിട്ടുന്ന അത്രയും വലിയ നന്മ ഒരു രാവ് കൊണ്ട് തരാമെന്നൊരു വമ്പൻ ഓഫർ അല്ലാഹു തന്നിരിക്കുകയാണ്. അത് ഈ 10 ദിനങ്ങളിലാണുള്ളത്. അതിൽ ചില സാധ്യതകൾ പറഞ്ഞു ഒറ്റയിട്ട രാവുകളിലാണ്. ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് 30ലേറെ പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കാണാം. എന്ന ദിനമായിരിക്കാം, ഏതാണെന്ന് നമുക്കറിയില്ല. ഏതു ദിനത്തെയും നമ്മൾ പ്രതീക്ഷിക്കാം. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ആരാണ് നിന്ന് നമസ്കരിക്കുന്നവനെ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. അവിടെ എന്താണ് പറയേണ്ടത്? എന്താണ് പ്രത്യേകമായി നബി ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റിൽ അവാഖിറ മിൻ റമളാൻ. പ്രവാചകൻ അവസാന 10 ഇഅ്തികാഫ് ഇരുന്നിരുന്നു. മരണപ്പെടുന്ന വഫാത്താകുന്ന വർഷം 20 ദിവസം ഇരുന്നിരുന്നു. അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ഇതൊക്കെ ഹദീസുകളിലുള്ളതാണ്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നാണ്. അവിടെ എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നബി ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു അവസാന 10 അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതുകൊണ്ടല്ല സഹോദരങ്ങളെ, ഈ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോകണം. മാത്രമല്ല സകാത്തുൽ ഫിത്ർ തുഹ്റത്തുൽ ലിസ്വായിം വതുഅമത്തുൽ ലിൽ മസാകീൻ, അത് നോമ്പുകാരന്റെ നോമ്പിലെ അവന്റെ അപാകതകൾ ശുദ്ധീകരിക്കുകയാണ്. അതേപോലെയോ അവന്റെ പാവങ്ങൾക്കുള്ള ഭക്ഷണവുമാണ് എന്നാണ്. ഇവിടെ സകാത്തുൽ ഫിത്ർ ശേഖരണം തുടങ്ങിയിട്ടുണ്ട്.
നമ്മൾ 140 രൂപയാണ് പുഴുങ്ങലരിക്ക് നിശ്ചയിച്ചത്, 350 രൂപയാണ് നേരിയരിക്ക് നിശ്ചയിച്ചത്. താല്പര്യമുള്ളവർക്ക് ഏത് ഓപ്ഷനും എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു വേഗതയും താല്പര്യവും നമ്മളിൽ ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആലസ്യവും മടിയും നമ്മളെ ബാധിക്കരുത്. റമദാനിലെ 15 നോമ്പുകൾ തഖ്വയും ഈമാനും ഒക്കെ കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞോ എന്ന പുനരാലോചന നടക്കണം. തഖ്വ, ഒരു സൂക്ഷ്മതാബോധം, അള്ളാഹുവിനെ പേടിക്കാനുള്ള മനസ്സ്, അതേപോലെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനും അതേപോലെ നന്മകളിൽ മുന്നേറാനുമുള്ള ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഈ 15 നോമ്പുകൾ നമ്മളിൽ ഉണ്ടായോ? മൊബൈൽ ഉപയോഗത്തിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ എല്ലാം നമുക്ക് മാറ്റം ഉണ്ടായോ? ഇതൊന്നും മാറിയിട്ടില്ലെങ്കിലോ? നമുക്ക് ഇബാദത്തുകൾ കേവലം അന്നപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമായിരുന്നു. മൊബൈലുകളിൽ അശ്ലീലതകൾ കാണൽ ഇന്നും ഒഴിവാക്കിയിട്ടില്ല, അതിന്നും നിലനിൽക്കുകയാണ്. ഹറാമുകളുമായി ഇന്നും ബന്ധമുണ്ട്, ലോൺ എടുക്കുകയാണ്, കട അല്ലെങ്കിൽ അവന്റെ വാഹനം അടവിലാണ്, ഒക്കെ ലോണുമായി പലതുമായി കെട്ടിക്കുടുങ്ങി നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ 15 നോമ്പെടുത്തു. ഇപ്പൊ ഫജ്ർ മുതൽ മഗ്രിബ് വരെ പട്ടിണിയിലായിരുന്നു. പക്ഷെ നമ്മുടെ നോമ്പ് മാറ്റിയോ? നമുക്ക് പരിവർത്തനങ്ങൾ ഉണ്ടായോ എന്ന പുനരാലോചനയാണ് ഈ സമയത്ത് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. തഖ്വയുണ്ടാകാനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് നമ്മൾ അതിശക്തമായി മുന്നോട്ട് പോകേണ്ട ദിനരാത്രങ്ങളാണ് ഇനി നമുക്ക് മുന്നിൽ വരാനുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകൾ ഉയരേണ്ട ഘട്ടമാണ് ഈ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ മുസ്ലിം ഉമ്മത്ത് വലിയ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ജൂത അമേരിക്കൻ സയനിസ്റ്റ് ധിക്കാരവും ക്രൂരതകളും നമ്മൾ കാണുകയാണ്. ഇവിടെ അന്താരാഷ്ട്ര നിയമങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന നിയമങ്ങളെയും മര്യാദകളെയും എല്ലാം തങ്ങൾക്ക് ബാധകമല്ലെന്ന ധാർഷ്ട്യങ്ങൾ അവർ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈ നിയമങ്ങളൊന്നും നമുക്ക് ബാധകമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം. ഒരു രാഷ്ട്രത്തെ ആക്രമിക്കുക, അതിലെ പിഞ്ചുകുട്ടികളെ പോലും ആക്രമിക്കുന്ന നിരപരാധികളായ പിഞ്ചുകുട്ടികളടക്കം കൊല ചെയ്യപ്പെടുന്നത് ലോക മനസാക്ഷിയെ ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ആശുപത്രികൾ തകർക്കപ്പെടുക. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വത്തിന്റെ ഈ അന്യായമായ കടന്നുകയറ്റങ്ങളെ ശക്തമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥനകൾ ഉയരേണ്ട ഘട്ടമാണ്. എന്നാൽ അതേസമയം ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ മറവിൽ മറ്റൊരു അപകടം കൂടി മുസ്ലിം ഉമ്മത്തിനിടയിൽ കടന്നുകൂടുന്നുണ്ട്. അത് ഷിയാ ലോബിയുടെ ആദർശപരമായ കടന്നുകയറ്റമാണ്. സയനിസത്തെ എതിർക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ആദർശ വൈകല്യങ്ങൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെയും ആയിഷ റളിയല്ലാഹു അൻഹയുള്ള അടക്കമുള്ള ആളുകൾ വ്യഭിചാരിണിയാണെന്നും അവർക്ക് പേർ ലഅനത്ത് ചൊല്ലുകയും പ്രവാചക അനുചരന്മാരായ ഖുലഫാഉ റാഷിദുകളുടെ പേരിൽ പോലും ലഅനത്ത് ചൊല്ലി അവർക്കെതിരിൽ ആക്ഷേപിക്കുന്നവർ ആദർശപരമായി എങ്ങനെയാണ് നമുക്ക് പിന്തുണക്കാനാവുക? ഒരിക്കലും പിന്തുണക്കാനാവില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഫജ്ർ നമസ്കാരത്തിൽ കുത്തിയ അബൂ ലുഅ്ലുഅ എന്ന മജൂസിയുടെ ഖബർ ഇന്നും ഇറാനിൽ അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദർശത്തിന്റെ അതിർവരമ്പുകൾ മായ്ച്ചു കളയാൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നമ്മൾ അനുവദിക്കരുത്. സ്വഹാബികളെ ശത്രുക്കളായി കാണുന്ന ഷിയാ നേതാക്കളെ നമ്മൾ ഷഹീദ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആദർശപരമായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തെറ്റാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വൈകാരികമായ പ്രതികരണങ്ങളല്ല നമുക്ക് ആവശ്യം. ചരിത്രവും വർത്തമാനവും കൂട്ടിവെച്ചുള്ള നിലപാടുകളായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഇത്തരം പിഴച്ച ആശയങ്ങൾ സമുദായത്തിനിടയിൽ അതിനെ നോർമലൈസ് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ്. ഈ ഷിയായിസത്തിലൂടെ നമ്മുടെ കേരളത്തിലും അതേപോലെ മുസ്ലിങ്ങളിലേക്കും ചേക്കേറാൻ കാരണമാകുന്നത്. അതിനെ തിരിച്ചറിയണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. സക്കാത്ത് സെൽ സംവിധാനം ഇവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സക്കാത്തിന്റെ വിഹിതങ്ങൾ ഇവിടെയുള്ള സക്കാത്ത് സെൽ സംവിധാനങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതിനുള്ള അവസരമുണ്ട്. മറ്റൊന്ന്, ഫിത്ർ സക്കാത്തിന്റെ കാര്യം പറഞ്ഞു. 140 പുഴുങ്ങലരിക്കും നേരിയരി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് 350 രൂപയാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജാമിയ അൽ ഹിന്ദ് എന്ന സ്ഥാപനം, നമുക്കറിയാം റമദാനിലെ ഇത്തരം കലക്ഷനുകളിലൂടെയാണ് ആ സ്ഥാപനം നടന്നു പോകുന്നത്. അതിന് നമ്മൾ നമ്മുടെ സ്വതക്കയിൽ നിന്ന് ഏറ്റവും മൂല്യമേറിയ ഒരു വിഹിതം
ജാമ്യക്ക് വേണ്ടി മാറ്റിവെക്കണം. അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ അത് അന്വേഷിച്ച് അതിൻ്റെതായ ചുമതലപ്പെട്ട ആളുകളിലേക്ക് പണം ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഈദ് കിസ്വ, നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള 1300 രൂപയുടെ വസ്ത്രമല്ല, അവർക്ക് കൂപ്പണാണ് നമ്മൾ കൊടുക്കുന്നത്. ആ കൂപ്പണുമായി ടെക്സ്റ്റൈൽസിലേക്ക് അവർ ചെന്നാൽ അവർക്ക് എന്ത് ചെയ്യാം, വസ്ത്രം എടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാവപ്പെട്ട മിസ്കീന്മാരായ ഫക്കീർമാരായ കുട്ടികളുടെ മുഖത്ത് പുഞ്ചിരി വിരിയാൻ കാരണമായ ഈദ് കിസ്വ സംവിധാനത്തെ നമ്മൾ ഏറ്റെടുക്കണം. 1300 രൂപയാണ് അതിന് ഒരു കുട്ടിക്ക് വില വരിക. നമ്മളൊരു സ്വതക്കയിൽ എത്ര ഇസ്വയാണ് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുക, അതും അതിന്റെ ബന്ധപ്പെട്ട ആളുകളെ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം. അതേപോലെ ഇവിടെ എല്ലാ ശനിയും ഞായറും നമ്മുടെ വൈകുന്നേരങ്ങളിൽ റമദാൻ വൈജ്ഞാനികമായ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. നാളെ സവാദ് സലഫിയാണ് ക്ലാസ് എടുക്കുന്നത്, മറ്റന്നാൾ ഹാരിസ് ആറ്റൂരാണ്. ഈ ക്ലാസ്സുകളിലൊക്കെ കുടുംബസമേതം ആ സമയം നമ്മൾ പ്രത്യേകമായി കണ്ടുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ഫ്രീ ആക്കി ഒരു അസ്ർ നമസ്കാരത്തിന് തന്നെ ഇവിടെ എത്തി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇഫ്താറോടുകൂടി പിരിയുന്ന രൂപത്തിൽ നമ്മുടെ ആ ക്ലാസ്സിനെ കാണണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ യുവപഥം എന്ന് പറയുന്ന യുവാക്കൾക്ക് വേണ്ടി മാത്രമായുള്ള ഒരു പ്രോഗ്രാം ഇന്ന് പെരിങ്ങത്തൂരിൽ വൈകുന്നേരം മുതൽ നടക്കുകയാണ്. അതിൽ യുവാക്കളായ ആളുകളെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. ഈ കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഒരു പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ കാര്യം, നമ്മൾ പങ്കെടുക്കുന്ന, നമ്മൾ ജമാഅത്തുകൾക്കും ജുമാക്കും ഒക്കെ പങ്കെടുക്കുന്ന നമ്മുടെ ഈ മസ്ജിദ്, അതേപോലെ മദ്രസ, ഈ സംവിധാനങ്ങളെല്ലാം നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായ വലിയ തുക നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ബക്കറ്റ് കളക്ഷൻ നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നമ്മൾ ഈ അവസാന സമയത്ത് കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്ന സ്വതക്കയുടെ ആ വലിപ്പം, ആ സംഖ്യയുടെ എണ്ണം കൂടേണ്ട സന്ദർഭമാണ്. നമ്മൾ അകമടിഞ്ഞ് അത്തരം സ്വതക്കങ്ങളിലേക്ക് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഒരു കവർ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച തന്നിരുന്നു. അത് ഒരു നല്ല സംഖ്യ ഒരു വർഷത്തേക്കുള്ള നമ്മൾ റമദാനിൽ പ്രത്യേകമായി ഈ മദ്രസക്കും പള്ളിക്കും വേണ്ടി നമ്മൾ നിയത്താക്കുന്ന ആ സംഖ്യ ആ എൻവലപ്പിലിട്ട് നമ്മൾ ഇതിന്റെ ഭാരവാഹികളെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെലവഴിക്കുന്നതിലും നമ്മൾ ബാക്കി വെക്കുന്നതിലും അല്ലാഹു ഖൈറും ബറക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം വിശ്വാസികൾ അല്ലാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം. നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു ഇനി ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم. ലോകത്ത് പ്രയാസങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവേ നീ സമാധാനവും വിജയവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.